കൈകാര്യം ചെയ്യാം. അതിന് പ്രത്യേകത 3 ക്ലാസിംഗായിട്ട് ലിസ്റ്റുള്ളൂ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പിൻ്റെ ചാർജ് വഹിക്കുന്ന ലോക്കൽ MP ക്ക് പ്രസംഗിക്കാൻ അവസരമില്ല, ലോക്കൽ MLA-ക്ക് അവസരമില്ല. അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് താൻ വീണ്ടും ഇവിടെ തൻ്റെ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ ഇനി കേരളം വീണ്ടും ഉണ്ടാവണമെങ്കിൽ പരശുരാമൻ വീണ്ടും വന്ന് വഴി പറയണം എന്ന് പ്രസംഗിക്കാം. പ്രധാനമന്ത്രിക്ക് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം തന്നെ അപ്രത്യക്ഷമാകുമെന്ന് പ്രസംഗിക്കാം. ഇങ്ങനെയുള്ള 2 ജൽപ്പനങ്ങൾ മാത്രമേ ഇന്ന് നടക്കാൻ സാധിക്കൂ. അപ്പോൾ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കും. ഈ കാര്യത്തിൽ 2 പേരും ഒരേ തൂവൽ പക്ഷിയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഈനാം ബേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പിനേഷൻ BJPക്ക് പോലും ഒരു സ്റ്റേറ്റിൽ കിട്ടും. യോഗി ആദിത്യനാഥ് പോലും മോഡിക്ക് മാച്ചാവില്ല. പക്ഷെ ഇവിടെ നല്ല മാച്ചാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ 2 പേർക്കിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്ത്. അല്ല, അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. എന്തായാലും അടുത്ത ഇലക്ഷനിൽ UDF-ൻ്റെ കൂടെ അൻവർ ഉണ്ടാവും. അത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ സംശയം തോന്നും നിങ്ങൾക്ക് പറയാം. ഏതായാലും അൻവർ അടുത്ത ഇലക്ഷനിൽ UDF-ൻ്റെ കൂടെയാണ്. അത് മാത്രം ഉറപ്പിച്ചു. അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ, നിലമ്പൂർ ഇലക്ഷൻ, അതുപോലെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ. നിലമ്പൂർ ഇലക്ഷൻ നടക്കുമെന്ന് അറിയില്ല. ഇപ്പം നടത്താതിരിക്കാനാണ് 2 കൂട്ടരും നോക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു MLA വന്നാൽ എത്ര കാലം പ്രവർത്തിക്കാൻ പറ്റും? 10 മാസം തയ്ച്ച് കിട്ടും. മാത്രമല്ല അടുത്ത മാസം തൊട്ട് മഴ തുടങ്ങുക, ജൂൺ മാസം തൊട്ട് മഴക്കാലം തുടങ്ങുക. അപ്പോൾ ഈ മാസം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈ ഇലക്ഷൻ സാധ്യതയില്ല. 2 പേർക്ക് അക്കാര്യത്തിൽ ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല. കേന്ദ്രത്തിനാണെങ്കിൽ BJPക്ക് ഒട്ടും വോട്ടില്ലാത്തൊരു സ്ഥലമാണ്. മറച്ചു കൊടുത്താൽ പോലും അവർക്ക് രക്ഷയില്ല. CPM-നാണെങ്കിൽ ഒരു 10-25,000 വോട്ടിന് UDF ജയിച്ചാൽ പിന്നെ ഇപ്പോൾ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും നാളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ 2 കൂട്ടരുടെയും താല്പര്യം ഇലക്ഷൻ വേണ്ടാന്ന്. അതനുസരിച്ച് ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യം പറയാം. കാശ്മീരിലിപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യ എങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുക. ഒരു കാര്യം പറയേണ്ടത്, യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ ആ പഹൽഗാമിൽ നമ്മൾ 26 സഹോദരങ്ങളെ കൊന്ന ഒരു തീവ്രവാദിയെ പോലും പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുക. അതൊക്കെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രതിപക്ഷമൊന്നുമില്ല, ഇന്ത്യ രാജ്യമാണ്. പക്ഷേ അങ്ങനെ യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോഴും 26 പേരെ കൊന്ന ഒരു തീവ്രവാദിയെ പോലും പിടിക്കാനോ വധിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് നാളെ ചർച്ച ചെയ്യപ്പെടും. അതേ